ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ മാനത്തോളം എന്ന 6-ാമത്തെ യൂണിറ്റിലെ ഒരു ഭാഗമാണ് കേട്ടോ. എല്ലാവർക്കും അമ്മയാം ഭൂമി. ജനിച്ചപ്പോൾ നാം എല്ലാം എത്ര ചെറുതായിരുന്നു. പിന്നെ വളർന്ന് വലുതാവുകയല്ലേ നമ്മൾ. നാം വളരുന്നതിനൊപ്പം നമ്മുടെ വീടും വലുതാവാറുണ്ടോ? വീട് വലുതാവുന്നു എന്ന ഈ കഥ വായിക്കൂ. നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് വീട് വലുതാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് കഥ വായിക്കാം. വീട് വലുതാവുന്നു. അമ്മക്കുട്ടി ഒരു വീട് വരച്ചു. കൊച്ചു വീട്. ഇതെൻ്റെ പുന്നാര വീട്. ഈ വീട്ടിൽ ഞാൻ മാത്രം. അപ്പോൾ ഞങ്ങളോ? അച്ഛനും അമ്മയുമാണ്. പിന്നെന്താണ്? അവൾ വീടിത്തിരി വലുതാക്കി. അപ്പോൾ എന്താ മക്കളെ, അമ്മക്കുട്ടി ഒരു കുഞ്ഞു വീട് വരച്ചിക്കുകയാണല്ലേ. അപ്പോൾ അമ്മയും അച്ഛനും ചോദിക്കുകയാണ്, അപ്പോൾ ഞങ്ങൾക്ക് താമസിക്കേണ്ടേന്ന് ചോദിക്കുമ്പോൾ അമ്മക്കുട്ടി ആ വീട് കുറച്ചുകൂടെ വലുതാക്കും. ഞാൻ എവിടെ പോകും? ഏട്ടനുണ്ട് മുഖം വീർപ്പിച്ച്. അപ്പോൾ ഏട്ടൻ പറയാണ്, ഞാൻ എവിടെ പോകും? പാവം ഏട്ടൻ. വീട് പിന്നെയും വലുതായി. അമ്മക്കുട്ടി കുറച്ചുകൂടെ വലിയ വീട് വരച്ചു. ങ്യാവോ ങ്യാവോ, കുറിഞ്ഞിപ്പൂച്ചയും കുഞ്ഞിപ്പൂച്ചകളും. അവർ എവിടെ പോവാൻ? അപ്പോൾ അമ്മക്കുട്ടി എന്ത് ചെയ്തു? കോലായ നീട്ടി പൂച്ചക്കൂടാക്കി. തത്തമ്മേ പൂച്ച കൂട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി രാരി തത്തമ്മ. മറന്നു. രാരി തത്തമ്മയ്ക്കും കിട്ടി വീട്ടിലിത്തിരി സ്ഥലം. അമ്മക്കുട്ടിയുടെ ചെറിയ വീട് വലുതായി അല്ലേ. പിന്നെയും ഓരോ ആളുകൾക്കും വീട് വലുതാക്കി വലിയ വീടായി. ഇപ്പോൾ ഞങ്ങളെ വേണ്ട അല്ലേ. അയൽക്കാരായാലും സ്വന്തം പോലല്ലോ. കൂട്ടുകാർ, അയൽക്കാർ, ഈച്ച, പൂച്ച, പൂമ്പാറ്റ, കോഴി, ഉറുമ്പ്, പാമ്പ്, പറവകൾ എല്ലാം ഉണ്ട്. ഇപ്പോഴിത് കൊച്ചു വീടേ അല്ല. അപ്പം അങ്ങനെ എല്ലാവരും പറഞ്ഞ് അത് വലിയ വീടായി. വലിയൊരു വീട്. ഇപ്പോഴാണ് ഇതൊരു വീടായത്. അമ്മുക്കുട്ടി വീടിൻ്റെ ചന്തം നോക്കി. താൻ മാത്രമുള്ള വീട് എത്ര വിരസം. എല്ലാവരും വന്നപ്പോൾ എത്ര രസം. അപ്പോഴൊരു തണുത്ത കാറ്റ് വീശി. പിന്നാലെ മഴയും തുടങ്ങി. നനയാതിരിക്കാൻ വലിയൊരു കുട വരച്ചുണ്ടാക്കി. അമ്മക്കുട്ടി തരിമ്പും നനഞ്ഞില്ല. ആരും. എൻ്റെ വീടല്ല, നമ്മുടെ വീട്, അമ്മക്കുട്ടി തിരുത്തി. അവരെല്ലാം ചേർന്ന് ആടിപ്പാടി അവളും അവർക്കൊപ്പം കൂടി. അമ്മുക്കുട്ടിയൊരു നല്ല മോള്, നമ്മുടെ വീടൊരു നല്ല വീട്. എഴുതിയിരിക്കുന്നത് ഡോക്ടർ കെ ശ്രീകുമാറാണ്. വീട് വലുതാവുന്നു എന്ന കഥാസമാഹാരമാണ്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അമ്മക്കുട്ടി മാത്രമുള്ള വീടാണോ അതോ എല്ലാവരുമുള്ള വീടാണോ നിങ്ങൾക്ക് ഇഷ്ടമായത്? എന്തുകൊണ്ട്? എല്ലാവരും ഉള്ള വീടാണല്ലേ. എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല സന്തോഷം ഉണ്ടാവും. ഒരുമിച്ച് സംസാരിച്ചിരിക്കാം, കളിക്കാം, ഭക്ഷണം കഴിക്കാം, സ്നേഹിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം. എപ്പോഴും നല്ല രസമായിരിക്കും അല്ലേ. അതാണ് എല്ലാവരുമുള്ള വീടാണ് നല്ലതെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, വീട് വലുതാവുന്നു എന്നാണ് കഥയുടെ പേര്. എന്തിനാണ് വീട് ഇങ്ങനെ വലുതാക്കിയത്? എന്തിനാ? അമ്മുക്കുട്ടി മാത്രം മതി എന്നുള്ള ഒരു തീരുമാനിച്ചാണല്ലേ അവൾ വീട് വരയ്ക്കുന്നത്. പിന്നെ അച്ഛൻ, അമ്മ, ഏട്ടൻ, പൂച്ചക്കുട്ടികൾ, കോഴി, ഈച്ച, തത്തമ്മ, അയൽക്കാർ, ഉറുമ്പ്, ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയാണ് അവൾ വീട് വലുതാക്കിയത്. എല്ലാവരെയും കൂട്ടാൻ വേണ്ടിയാണ് അവൾ വീട് വലുതാക്കിയിട്ടുള്ളത് അല്ലേ. മൂന്നാമത്തെ ചോദ്യം, വീട്ടിൽ സ്ഥലം വർദ്ധിപ്പിച്ചാൽ മാത്രം വീട് വലുതാവുമോ? ശരിക്കും വീട് വലുതാവുന്നത് എപ്പോഴാണ്? ചർച്ച ചെയ്യൂ. ശരിക്കും വീട് വലുതാവുന്നത് എല്ലാവരും ഒരുമിച്ച് വഴക്കുകളൊന്നുമില്ലാതെ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ഒത്തൊരുമയോടെയും കഴിയുമ്പോഴാണ് അല്ലേ. നാലാമത്തെ ചോദ്യം, ഒറ്റയ്ക്കിരുന്നു മുഷിഞ്ഞ നാളിൽ എന്ന കവിത ടീച്ചർ ചൊല്ലിത്തന്നല്ലോ. ആ കവിതയിൽ വരികൾ കൂട്ടിച്ചേർക്കൂ. അപ്പം നമുക്ക് ആ കവിതയുടെ 4 വരി ഒന്ന് ചൊല്ലി നോക്കാം. ഒറ്റയ്ക്കിരുന്നു മുഷിഞ്ഞ നാളിൽ അമ്മു ചെറിയൊരു വീടു വച്ചു. പാറിപ്പറക്കും കിളികൾ വന്നു, മൂളിപ്പറക്കും വണ്ടു വന്നു. അപ്പം നിങ്ങൾ ഈ ഒരു 4 വരിക്ക് മാച്ചായിട്ട് എങ്ങനെ? പാറിപ്പറക്കും കിളികൾ വന്നു, മൂളിപ്പറക്കും വണ്ടു വന്നു. അപ്പോൾ ഇതുപോലെ ഒരു ചേർച്ചയുള്ള രീതിയിൽ വരികൾ ഉണ്ടാക്കാം. അപ്പം നമുക്ക് എഴുതി നോക്കാം അല്ലേ. ചാടി നടക്കും കുരങ്ങ് വന്നു, പമ്മി നടക്കും പൂച്ച വന്നു, പുന്നാരം ചൊല്ലും തത്ത വന്നു,
പാട്ടുപാടുന്ന കുയിലു വന്നു, കാട് കുലുക്കുന്ന കൊമ്പൻ വന്നു, മീൻ കൊത്തിപ്പാറുന്ന പൊന്മാൻ വന്നു, തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു വന്നു, ചാഞ്ചാടിയാടുന്ന മയിലു വന്നു, എല്ലാരും ചേർന്നിട്ട് പാടിയാടി അമ്മുവീനുള്ളം നിറഞ്ഞു തൂവി. ഇതുപോലെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ കൂട്ടിച്ചേർക്കാട്ടോ. ഇനി 5ാമത്തെ ചോദ്യം, ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ? കഥയെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്ത് കണ്ടെത്തൂ. ആരെല്ലാമാണ്? മനുഷ്യൻ മാത്രമല്ലല്ലേ ഭൂമിയുടെ അവകാശികൾ? മനുഷ്യൻ മാത്രമല്ല ഭൂമിയുടെ അവകാശികളെന്ന് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആരൊക്കെയാ? പൂച്ച, പൂമ്പാറ്റ, ഈച്ച, കോഴി, ഉറുമ്പ്, പാമ്പ്, പറവകൾ, അങ്ങനെ ഭൂമിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും ആരാണ്? ഭൂമിയുടെ അവകാശികളാണ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ടെത്തിയ കാര്യങ്ങൾ ചേർത്ത് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഭൂമിയുടെ, പുഴയുടെ ഒക്കെ ചിത്രങ്ങൾ വരയ്ക്കുക. അതിന് ചുറ്റും കുറച്ച് മൃഗങ്ങളുടെ, പക്ഷികളുടെ ഒക്കെ ജീവജാലങ്ങളുടെ ചിത്രം വരച്ച് ഭൂമിയുടെ അവകാശികൾ എന്നൊക്കെ എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ഒരു പോസ്റ്റർ റെഡിയാക്കാം. ഇനി അവസാനത്തെ ചോദ്യം എന്താണ്? പിണങ്ങി, ഇറങ്ങി എന്നീ വാക്കുകൾ ചേർന്നതാണ് പിണങ്ങി ഇറങ്ങി എന്ന ഒറ്റ വാക്ക്. ഇതുപോലെ ഒന്നിലധികം വാക്കുകൾ ചേർന്ന് വരുന്ന മറ്റേതെല്ലാം വാക്കുകൾ കണ്ടെത്താനാവും? അപ്പോൾ ഞാൻ ഈ പാഠഭാഗത്ത് നിന്ന് തന്നെയാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. മക്കൾക്ക് പുറത്തു നിന്നൊക്കെ ഇതുപോലെ കണ്ടെത്തി എഴുതാം. അമ്മു കുട്ടി, അമ്മുക്കുട്ടി. പിന്നെ എന്താ, പിന്നെന്താ. വീട് ഇത്തിരി, വീടിത്തിരി. വലുത് ആക്കി, വലുതാക്കി. ഞാൻ എവിടെ, ഞാനെവിടെ. ഏട്ടൻ ഉണ്ട്, ഏട്ടനുണ്ട്. എവിടെ പോകാൻ, എവിടെ പോകാൻ. പിണങ്ങി ഇറങ്ങി, പിണങ്ങി ഇറങ്ങി. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. വലിയ ഒരു, വലിയൊരു. അവർക്ക് ഒപ്പം, അവർക്കൊപ്പം. ഇതുപോലെ മക്കളും ഒരുപാട് വാക്കുകൾ എഴുതുക. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.